ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഡെനി വീഡിയോ പ്രസൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് കേക്ക് മിക്സിങ് സെറിമണിയൊക്കെ ഒരുപാട് ഹോട്ടലുകളിലും അതിനൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് നമ്മുടെ വീട്ടിലൊരു മിക്സിങ് സെറിമണി നടത്തിയാൽ എന്താ, അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു മിക്സിങ് സെറിമണി ഞങ്ങൾ നടത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇത് എടുത്തിട്ട് ഒരു മാസമായി വീഡിയോ എടുത്തിട്ട്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ ഇപ്പോഴാണ് പറ്റിയത്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഡേറ്റ്സ്, ചെറി, ടൂട്ടി ഫ്രൂട്ടി, ബ്ലാക്ക് റൈസിൻസ്, ഇപ്പോൾ ഈ വെളുത്ത് കാണുന്നത് ഡ്രൈഡ് ജിഞ്ചറാണ് കേട്ടോ. ഇത്ര ഐറ്റംസ് എല്ലാം 1 kg അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഞാനിങ്ങനെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കാണിക്കുന്ന ഈ ഷോയൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിതിൽ വൈൻ ഒഴിച്ചു. നല്ല മുന്തിരി വൈനാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഓറഞ്ച് മർമലേഡാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത് ആ ഒരു ഓറഞ്ചിൻ്റെ ഫ്ലേവർ വരെ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ ഓറഞ്ച് മർമലേഡ്. ഞാൻ കാഷ്യൂനട്ട് ഈ സോക്ക് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. അത് കേക്ക് ബേക്ക് ചെയ്യുന്ന ആ ടൈമിലാണ് ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത്. പിന്നെ ഈ പൊടിയായിട്ട് ചേർത്തിട്ടുള്ളത് നമ്മുടെ ഗരം മസാല പൗഡറാണ്. ഇത് കൂടാതെ തന്നെ കേക്ക് ബേക്ക് ചെയ്യുന്ന ആ ടൈമിൽ ഞാൻ ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതിലാവുമ്പോൾ ആ മണമൊക്കെ ആ സമയമാകുമ്പോഴേക്കും പോവും. അപ്പോൾ കറക്റ്റ് മണം നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ടൈമിലും ഈ ടൈമിലും കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കുപ്പികളിൽ ആക്കി വെക്കാറുള്ളത്. മക്കളൊക്കെ വലിയൊരു സംഭവം ചെയ്യുന്നൊരു ഫീലിങ്ങിലാണ് ഈ ഒരു മിക്സിങ് സെറിമണി ചെയ്യുന്നുണ്ടായിരുന്നത്. അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇതെന്താണ് എന്തിനാണെന്നൊന്നും അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അവർക്ക് ഇതോടുകൂടിയൊക്കെ എല്ലാം മനസ്സിലായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തുടച്ച് വൃത്തിയാക്കി വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാത്ത നല്ലൊരു ചില്ല് ജാറ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ മെറ്റൽ ബോട്ടിലോ അത് പ്ലാസ്റ്റിക് ബോട്ടിലോ ഒക്കെ പരമാവധി ഒഴിവാക്കുക. ചില്ലിൻ്റെ ബോട്ടിലാണ് ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ സോക്ക് ചെയ്ത് എടുത്ത് വെക്കാനായിട്ട്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം സോക്ക് ചെയ്തതിൻ്റെ ബാലൻസാണ്. അതുകൊണ്ട് ഞാൻ ഇതിലൊപ്പം ഷെയർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ചെയ്തതിൻ്റെ ബാലൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല സോക്കായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കാനും. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് നമ്മുടെ ഈ മിക്സിലേക്ക് ഞാനൊരു 1.5 കപ്പ് വൈനും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായിട്ട് എയർ ടൈറ്റായിട്ട് അടച്ചു വെച്ചു. അങ്ങനെ ഞങ്ങളുടെ കേക്ക് മിക്സിങ് വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.